ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പിണറായി സർക്കാർ ശരിക്കും ചക്രവ്യൂഹത്തിലാണ്. ശബരിമല കൊള്ളക്കേസിലെ പ്രതികളെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലും. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് CPM നേതാവുമായ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ സർക്കാരിന് മുന്നിൽ പ്രതിസന്ധികൾ നിരവധിയാണ്. സർക്കാരിനുള്ളിൽ വലിയ വലിയ മീനുകൾ ഇനിയും കുടുങ്ങും. ആറന്മുളക്കാരനായ പത്മകുമാറിന്റെ കയ്യിൽ സർക്കാരിനെ വെട്ടിലാക്കാൻ പോകുന്ന പലതുണ്ടെന്നാണ് വിലയിരുത്തൽ. സംഘടിത കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെ വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കാമെന്നത് ചട്ടം. എന്നാൽ ചട്ടത്തിൽ പോലും മാറ്റം വരുത്താൻ സർക്കാർ ശ്രമിച്ചു. കാരണം പത്മകുമാറിന് അനിഷ്ടമുണ്ടായാൽ എന്തേലും വിളിച്ചു പറയുമോ എന്ന്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ ആകെ പ്രതിരോധത്തിലാക്കും ഈ വിളിച്ചു പറയൽ. സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാർ മൊഴി നൽകുമോ എന്നതാണ് ഇതിൽ പ്രധാനം. ഇതിനൊപ്പം യുവതീ പ്രവേശന സമയത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ. ഈ സാഹചര്യത്തിൽ യുവതീ പ്രവേശന കാലത്തെ ഗൂഢനീക്കങ്ങൾ എന്ന തരത്തിൽ പ്രതികരണങ്ങൾക്ക് പത്മകുമാർ തയ്യാറായാൽ പ്രതിസന്ധി ഇതിന് രൂക്ഷമാകും. ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെ കൈവിലങ്ങിടുന്നത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല. പോലീസുകാർക്ക് നിർദ്ദേശം നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. വാസുവിന്റെ വിലങ്ങണിയിക്കൽ സമയത്ത് ഇത്തരത്തിൽ നിർദ്ദേശം ഔദ്യോഗികമായി കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് പത്മകുമാറിന് വേണ്ടി പ്രത്യേക കരുതൽ. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങണിയിച്ച് ആദ്യത്തെ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണ് ഇതെന്നാണ് DGPക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നത്. CPM സമ്മർദ്ദം മാത്രമായിരുന്നു ഈ റിപ്പോർട്ടിന് കാരണവും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 43-3 ആർക്കൊക്കെയാണ് വിലങ്ങണിയിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സംഘടിത കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവർ, തീവ്രവാദ കേസുകൾ ഉൾപ്പെടുന്നവർ, കൊലപാതകം, ബലാത്സംഗം പോലുള്ള കേസുകൾ ഉൾപ്പെടുന്നവരൊക്കെയാണ് വിലങ്ങണിയിക്കാൻ നിയമം അനുശാസിക്കുന്നത്. ഈ അടുത്ത കാലത്ത് CPMനെതിരെ നിലപാടെടുത്ത ഷെർഷാദിനെ കൊണ്ടുപോയതും വിലങ്ങിലായിരുന്നു. ഇത് വിവാദമായി. പക്ഷേ നിയമപരമെന്ന നിലപാടിലായിരുന്നു പോലീസ് അന്ന്. എന്നാൽ ഹൈക്കോടതി തന്നെ അന്താരാഷ്ട്ര കുറ്റവാളികളുമായി ബന്ധമുണ്ട് എന്നും ഹൈക്കോടതി പോലും നിരീക്ഷിച്ചതാണ് ഈ ശബരിമല കേസ്. ഈ കേസിലാണ് വിലങ്ങ് പാടില്ലെന്ന് പോലീസ് തീരുമാനം. നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വെക്കരുതെന്ന് SIT SP S ശശിധരൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ല. അത് SITയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് വാസുവിനെ വിലങ്ങണിയിച്ചത്. ഇതിൽ DGPയും SIT തലവനായ ADGP H വെങ്കടേഷിനെതിരെയും അതൃപ്തി അറിയിച്ചു. പ്രതിയുടെ പ്രായം, ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരാണ് കൈവിലങ്ങ് വെക്കേണ്ടതെന്ന് തുടങ്ങിയ നിയമകാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. അവർ ഹൈക്കോടതിയുടെ അന്താരാഷ്ട്ര മാഫിയ പരാമർശം പോലും കണക്കിലെടുക്കുന്നില്ല എന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാർ വിഷയം ചർച്ചയാകാതെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ കരുതൽ എടുത്തത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയതും ഭയത്തിന്റെ സന്ദേശമാണ്. നിർണായക CPM സെക്രട്ടേറിയറ്റിന്റെ തുടക്കത്തിൽ തന്നെ ആമുഖമായി ഈ വിഷയത്തിൽ ഗോവിന്ദൻ നയപ്രഖ്യാപനം നടത്തി. പത്മകുമാറിനെ പുറത്താക്കേണ്ടതില്ല, നടപടികൾ ഉണ്ടായാൽ പത്മകുമാറിന്റെ പ്രതികരണം എത്തരത്തിലാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും CPMനെയും വെട്ടിലാക്കുന്ന തരത്തിൽ പത്മകുമാർ തുറന്നു പറച്ചിൽ നടത്തും. അങ്ങനെ വന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ പോലും അത് കാര്യമായി ബാധിക്കും. സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വെട്ടിലാക്കുന്ന മൊഴി പത്മകുമാർ കൊടുക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ചർച്ചകൾ വേണ്ട എന്ന തരത്തിലായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം വന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ എത്തുന്നവർ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്ന പരാമർശവും ഒരു നേതാവ് യോഗത്തിൽ ഉയർത്തിയിരുന്നു. എന്നാൽ ഇത്തരം ചോദ്യങ്ങളെ അവഗണിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന സന്ദേശമാണ് സംസ്ഥാന നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആരും ഈ വിഷയം CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചില്ല. പത്മകുമാർ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുമെന്നും പത്മകുമാർ അതീവ രഹസ്യങ്ങൾ പലതും അന്വേഷണ സംഘത്തിന് കൈമാറിയതായി എന്ന പുറത്തുവരുന്ന വിവരം. SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഹാജരാകാൻ സമയം കൂടുതൽ ചോദിച്ച പത്മകുമാർ നിയമജ്ഞരെ കാണും മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ടിരുന്നു. പാർട്ടിക്ക്
കേസിൽ ഇടപെടാനാവില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് കേസ് നടത്തണമെന്നും പറഞ്ഞതായാണ് അറിയുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ ഇടപെടുവിക്കാനാണ് ദൈവതുല്യനായ ആളിനെ കുറിച്ച് പത്മകുമാർ പ്രസ്താവനയിൽ പരാമർശിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇത് CPM-ന് സമ്മർദ്ദമായി മാറിയിട്ടുണ്ട്. അതിനിടെ ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഒറ്റയ്ക്കല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആരോപിച്ചിട്ടുണ്ട്. പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും. ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയുമെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. പത്മകുമാറിന്റെ ദൈവം ആരാണെന്ന്, ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായി അറിയാമെന്നും പത്മകുമാറിൽ നിന്നും ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെയോ പേര് SITക്ക് കിട്ടിയാൽ മാത്രമേ CPM പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ എന്നൊക്കെയാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്.